ചിങ്ങം ഒന്നാണല്ലേ. നമ്മളെല്ലാവരും പുതിയൊരു വർഷത്തിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു വർഷത്തിനെ കാത്തിരിക്കുകയാണ്. ചിങ്ങം എന്ന് പറയുമ്പോൾ പുതിയൊരു വർഷം തുടങ്ങുന്നത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മൾ ഒരുപാട് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഓണവും ഇങ്ങെത്താറായിട്ടുണ്ട്. അങ്ങനെ രണ്ടും ഒത്തിണങ്ങിയ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടാൻ സാധിക്കട്ടെ. അഥവാ ആ നേട്ടത്തിലോട്ട് എത്താനായിട്ട് കുറച്ച് സമയമെടുത്താലും നമുക്ക് ക്ഷമയോടെ സമചിത്തതയോടെ അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള ഒരു ദൈവകൃപയും ക്ഷമയും ഓരോരുത്തർക്കും ഈശ്വരൻ തരട്ടെ എന്ന് ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ചില സംഭവങ്ങൾ, ചില കാര്യങ്ങൾ, ചില ആളുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ചിലർ നമ്മളെ ജീവിതത്തിൽ മുമ്പോട്ട് കുതിക്കാനായിട്ട് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നവരായിരിക്കും. ചിലർ എന്നാൽ നേരെ തിരിച്ച് നമ്മളെ ജീവിതത്തിൽ പുറകോട്ട് പിടിച്ചു വലിക്കുന്നവരായിരിക്കും. അവരൊക്കെ ആരായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ എന്തായിരുന്നാലും അവരെ ചെറിയ ഒരു അകലത്തിൽ സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ ജീവിതത്തിൻ്റെ സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അല്ലാതെ മറ്റാരെങ്കിലും ജീവിതത്തിൽ ആരായിരുന്നാലും അവർ സന്തോഷിപ്പിച്ചിട്ട് നമുക്ക് സന്തോഷിക്കാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നത് വലിയൊരു മണ്ടത്തരം തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിചയപ്പെടുന്ന വളരെ ചുരുക്കം ചിലർ പരസ്പരം കണ്ടില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് പകർന്നു തരുന്നവരും ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മളെപ്പോഴും മനസ്സോട് ചേർത്ത് നിർത്തുക. അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മളും അങ്ങനെ ഒരാളാവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പോസിറ്റീവായിട്ട് ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് മറ്റുള്ളവരെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാ രീതിയിലും നല്ല ഒരു വർഷവും ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു ഓണവും ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.